PMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം പിണറായി വിജയൻ സർക്കാരിലേക്കും വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യ LDF സർക്കാരും CMRLും തമ്മിലുള്ള ഇടപാടുകളിലേക്കായിരിക്കും അന്വേഷണം വ്യാപിപ്പിക്കുക. എക്സാലോജിക് ഉടമ വീണ ടിയുടെ മൊഴിയിൽ അവ്യക്തതയുണ്ടെന്ന് ED. മാസപ്പടി കേസിൽ ഇതുവരെയുള്ള മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷമാകും വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ED വിളിപ്പിക്കുക. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. വിഷ്ണു, ഇതുവരെ ഈ പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ കമ്പനി എന്നതിലേക്കായിരുന്നു അന്വേഷണം പോയതെങ്കിൽ അങ്ങനെയല്ല, സർക്കാരിനെ കൂടി ബന്ധപ്പെടുത്തി പരിശോധനകൾ നടത്താൻ ED മുതിരുന്നതിന്റെ കാരണം എന്താണ്? എന്ത് രേഖകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഒന്നാം പിണറായി സർക്കാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആലോചിക്കുന്നത്? CMRലും അതോടൊപ്പം തന്നെ എക്സാലോജിക്കും തമ്മിൽ നടത്തിയിട്ടുള്ള കരാറുമായി ബന്ധപ്പെട്ടാണ് ഇനിയിപ്പോൾ EDയുടെ അന്വേഷണം പോകുന്നത്. ആ കരാറിൽ അസ്വാഭാവികതയുണ്ട് എന്നാണ് EDയുടെ വിലയിരുത്തൽ. എന്തുകൊണ്ട് വീണക്ക് ആ കരാർ ലഭിച്ചു എന്നുള്ള അന്വേഷണമാണ് പിണറായി വിജയന്റെ ആദ്യ സർക്കാരിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ കമ്പനി ആരംഭിക്കുന്നത് 2014ലാണ്. 2015-16 കാലയളവിലൊന്നും കാര്യമായ ഒരു കൺസൈൻമെന്റ് ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് 2017ലാണ് CMRL ഒരു കരാർ എക്സാലോജിക്കിന് നൽകുന്നത്. ആ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ അന്ന് ആ സമയത്ത് പിണറായി വിജയൻ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ CMRLന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ED തയ്യാറെടുക്കുന്നത്. ചില വസ്തുതകളൊക്കെ നമുക്ക് മുൻപിൽ നേരത്തെ തന്നെ വാർത്തയായി വന്നിരുന്നു. പ്രത്യേകിച്ച് 2019ലാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമായി ഈ ഖനനം നിജപ്പെടുത്തുന്നത്. ആ കരാറുകളൊക്കെ അതിനു മുമ്പ് നൽകിയിട്ടുള്ള കരാറുകളൊക്കെ പിന്നീട് തൊട്ടടുത്ത് തന്നെ റദ്ദ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ CMRL നൽകിയിട്ടുള്ള കരാർ റദ്ദ് ചെയ്യപ്പെടുന്നത് 2023ലാണ്, 4 വർഷത്തിന് ശേഷമാണ്. അതൊന്ന് വലിയ വാർത്തയാകുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ EDക്ക് മുമ്പാകെ ഉണ്ട്. അതിലെല്ലാം വിശദമായ പരിശോധന നടത്താനുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണത്തിന്റെ 3ാം ഘട്ടം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഒപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്ത മൊഴികൾ, വീണയുടേതടക്കം CMRL അധികൃതരടക്കം മൊഴികൾ വിശദമായി പരിശോധിക്കാനുള്ള നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. SFIO റിപ്പോർട്ടിൽ നിന്ന് ഭാഗമായി 134 രേഖകളാണ് ലഭിച്ചത്. അത് 226,000 പേജുകളുണ്ട്. ആ രേഖകൾ അത് വിശദമായി പരിശോധിക്കും. അത് രണ്ടും കൂടി താരതമ്യം ചെയ്ത ശേഷമായിരിക്കും വീണ്ടും വീണയെ വിളിപ്പിക്കുക. ഒരു പക്ഷേ ഒരു ജൂലൈ 2ാം വാരമൊക്കെ ആയിരിക്കും വീണയെ മൂന്നാമത് വിളിപ്പിക്കുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ 2 തവണത്തെ ചോദ്യം ചെയ്യലിലും വീണയുടെ മൊഴികളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വീണ എന്ത് സേവനമാണ് നൽകിയത്, അതോടൊപ്പം തന്നെ ഈ CMRL നിന്ന് ലഭിച്ച പണം അത് എന്തു ചെയ്തു എന്ന 2 ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. വീണ ആദ്യഘട്ടത്തിൽ പറഞ്ഞ മറുപടി ഒന്ന് ഈ ലോൺ അടച്ചു തീർത്തു എന്നുള്ളതാണ്. അത് കേവലം 50 ലക്ഷം രൂപ മാത്രമാണ് ലോൺ ഉള്ളത് എംപവർ ഇന്ത്യയിൽ നിന്ന്. ബാക്കി തുക ഇവിടെ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. അപ്പോൾ അവ്യക്തതയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.